ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും Appitco മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മധു. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള HTML സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാഗുകളെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് പല തരത്തിലുള്ള ടാഗുകളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇമേജ് ടാഗ് എന്താണ്, അതിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാമാണ് ഈ ഇമേജ് ടാഗ് എന്നുള്ള ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ടാഗിനെ കുറിച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കും മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. കഴിയുന്നത്ര വേഗം അതിന് ഉള്ള വേഗത്തിലുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമ്മുടേതായിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇമേജ് ടാഗ് എന്താണ്, അത് എങ്ങനെ നമുക്ക് കൊടുക്കാം, ഇമേജിന് എങ്ങനെ വലിപ്പങ്ങളിൽ വ്യത്യാസം വരുത്താം എന്നുള്ളതിനെക്കുറിച്ചും ആ ഇമേജ് ടാഗിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ടുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വരൂ, നമുക്ക് ഇനി നമ്മുടേതായിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് പോകാം. ഞാനിവിടെ ഇമേജ് ടാഗ്, നമ്മൾ പലതരം ടാഗുകൾ പഠിച്ചതിൽ ഇന്ന് നോക്കുന്ന ഇമേജ് ടാഗിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് കൊടുക്കാം എന്ന് നോക്കാം. ഇമേജ് ടാഗിന് മറ്റുള്ള ടാഗുകളെ പോലെയല്ല, ഇതൊരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്ന സമയത്ത് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കാം. സാധാരണ ടാഗുകൾ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് ടാഗ്, അത് ഇവിടെ നോക്കൂ, H1. ഇപ്പോൾ ഇമേജ് ടാഗ് എന്ന് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ H1 ഇമേജ് ടാഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം സ്റ്റാർട്ടിംഗ് ടാഗ്, ഒരു കണ്ടൻറ്റ്, അതിനുശേഷം ക്ലോസിംഗ് ടാഗ്, ഇങ്ങനെ ഈ മൂന്നെണ്ണം കൂടിയതാണ് ഒരു ടാഗ് എന്ന് നമ്മൾ ഇതിനു മുൻപ് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ IMG എന്ന് കൊടുത്തു. ഓക്കെ, ഇതാണ് സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത്. ഇതിന് കണ്ടൻറ്റ് ഇല്ല, ആയതുകൊണ്ട് ഒരു ഇമേജാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. ആയതുകൊണ്ട് ഇതിന് കൂടുതലായിട്ടുള്ള ഒരു എക്സ്ട്രാ ഉള്ള കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലോസിംഗ് ടാഗ് സെപ്പറേറ്റ് ആയിട്ടില്ല. ഇത് മാത്രമാണ് ഈ പറയുന്ന ഇമേജ് ടാഗ്. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഇമേജ് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് SRC എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ SRCയിൽ നമ്മുടേതായിട്ടുള്ള ആ ഇമേജിൻ്റെ ഫയൽ എവിടെയാണോ ഉള്ളത് ആ ഫയലിൻ്റെ പാത്ത് ഇവിടെ കൊടുക്കണം. ഞാനിവിടെ ആദ്യം ഒരു download.jpg എന്നൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആ റൂട്ട് ഫോൾഡറിലാണ് അത് ഉൾപ്പെട്ടിട്ടുള്ളത്. ആയതുകൊണ്ട് ഞാനിവിടെ അതിൻ്റെ പേര് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബ്രൗസറിൽ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, ആദ്യം IMG എന്നുള്ളൊരു ടാഗ് നമുക്ക് കൊടുത്തു. അതിനുശേഷം SRCയിൽ ആ ഇമേജിൻ്റെ പാത്ത് ഏതാണോ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ആ പാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സജഷനിൽ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ വന്നു, ഇതിന് എങ്ങനെ വർക്ക് ചെയ്യണു എന്നൊന്ന് നമുക്ക് ബ്രൗസറിലോട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ടാഗ് നെയിം, അതിന് H1 കൊടുത്തത്. അതിനുശേഷം ഇവിടെ ഞാൻ ഒരു സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തത്. അതിൽ ഒരു ആ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒരു പിക്ചർ നമുക്ക് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജ് ടാഗിൻ്റെ ആദ്യത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് SRC. ഈ SRCയിലാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇമേജിൻ്റെ പാത്ത് കൊടുക്കുക. അപ്പോൾ നമ്മത് വേറെ മറ്റുള്ള ഫോൾഡർ ആണെങ്കിൽ ആ ഫോൾഡർ നെയിം
കൊടുത്ത ശേഷം സ്ലാഷ് കൊടുത്ത ശേഷം ഡൗൺലോഡ് ആണെങ്കിൽ download.jpg എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ പാത്തിൻ്റെ ഫയൽ നെയിം എവിടെയാണോ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള പാത്ത് കിട്ടും. അതിങ്ങനെ കൊടുക്കാം. എനിക്കിവിടെ ഈ HTML എന്നുള്ള ഫോൾഡറിലാണ് ഇല്ലെങ്കിൽ ഈ റൂട്ട് ഫോൾഡറിലാണ് ഉള്ളത് കൊണ്ട് ആ റൂട്ട് ഫോൾഡറിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഡയറക്റ്റ് ആ ഫയൽ നെയിം കൊടുത്തത് കൊണ്ട് നമുക്കത് ഡിസ്പ്ലേയിൽ വന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഇമേജ് വരുന്നതിന് വേണ്ടി IMG എന്നുള്ള ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗ് യൂസ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഫയൽ നെയിം ഇല്ലെങ്കിൽ പാത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് SRC എന്നൊരു ആട്രിബ്യൂട്ടാണ്. ഈ SRC ആട്രിബ്യൂട്ടിൽ ആ ഫയൽ നെയിം കൊടുത്തു. ഓക്കെ, ഇനി ഇത് കൂടാതെ ഒരു ആട്രിബ്യൂട്ട് കൂടി നമുക്ക് ഈ IMG ടാഗിൽ ഒന്ന് നോക്കാം. അത് ആൾട്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ സജഷനിൽ വന്നിട്ടുണ്ട് ആൾട്ട്. ഈ ആൾട്ട് യൂസ് ചെയ്യുന്നത് വല്ല കാരണവശാലും ഈ download.jpg എന്നുള്ള ഈ ഇമേജ് മിസ്സാവുകയോ ഇനി വല്ല കാരണവശാൽ ഇതിൻ്റെ ഇതായിട്ടുള്ള എറർ വരികയോ ഇനി അതല്ല ഈ ഫയൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആൾട്ടർനേറ്റായിട്ട് ഒരു നെയിം കൊടുക്കാം. അത് ഏത് നെയിമിലുള്ള അല്ലെങ്കിൽ ആരുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളത് കൊടുത്തത് കൊണ്ട് ഞാനിവിടെ സച്ചിൻ എന്നുള്ളൊരു ആൾട്ടർനേറ്റ് അങ്ങനെ ഒരു ഇമേജാണ് ഇവിടെ ഉള്ളത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി സച്ചിൻ എന്ന് കൊടുത്തു. ഞാൻ അതിന് ശേഷം ഇവിടെ JPGയിലെ ഒരു G അതിനെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ആ ഫയൽ നെയിം തെറ്റായതുകൊണ്ട് അത് ഒരിക്കലും ഡിസ്പ്ലേയിൽ വരില്ല ബ്രൗസറിൽ. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ നോക്കൂ, സച്ചിൻ, ഇങ്ങനെ സച്ചിൻ്റെ ഒരു ഇമേജാണ് അവിടെ ഉള്ളത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൾട്ടർനേറ്റ് നെയിം അവിടെ വന്നു. ഓക്കെ, ഇതാണ് ഈ ആൾട്ടർ അല്ലെങ്കിൽ ആൾട്ട് എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു ആട്രിബ്യൂട്ട് കൂടി മനസ്സിലാക്കി. ആദ്യം ടാഗ്, ഒന്നാമത്തെ ആട്രിബ്യൂട്ട് SRC, അതിനുശേഷം ആൾട്ട് എന്നുള്ളൊരു ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ആ JPG തന്നെ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തതായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കൂടി നമുക്ക് നോക്കാം. അതിൽ ഞാൻ കൊടുക്കുന്നത് ടൈറ്റിൽ ആട്രിബ്യൂട്ടാണ്. ടൈറ്റിൽ ആട്രിബ്യൂട്ട് വന്നു. ഈ ടൈറ്റിൽ ആട്രിബ്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കാം. ഈ ടൈറ്റിൽ ആട്രിബ്യൂട്ടിൽ ഞാനിവിടെ ഈ ഇമേജ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ആ ഒരു നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആയതുകൊണ്ട് ഞാൻ അതേ പേര് കംപ്ലീറ്റും കൊടുക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ആ മുഴുവൻ പേരും കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിൽ നോക്കാം സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള മുഴുവൻ പേര് കൊടുത്ത് ഈ ടൈറ്റിൽ ആട്രിബ്യൂട്ടിൽ. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് നോക്കാം. ഇപ്പോൾ ഈ മൗസ് കൊണ്ട് നമുക്ക് ഇമേജിൻ്റെ പുറത്ത് വയ്ക്കുന്ന സമയത്ത് ആ ഒരു ടൂൾ ടിപ്പായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളൊരു ഇമേജിൻ്റെ പുറത്തായിട്ട് ടൂൾ ടിപ്പിൽ വരുന്നത് കണ്ടോ. ഇപ്പോൾ ഞാനിതവിടെ വച്ചു. അപ്പോൾ ഇത് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ആ ഒരു ടൂൾ ടിപ്പ് വരുന്നുണ്ട്. ഇതാണ് ആ ടൈറ്റിൽ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ടൈറ്റിൽ ആട്രിബ്യൂട്ട് വാല്യൂ ആയിട്ട് ആ എന്ത് പേരാണോ കൊടുക്കുന്നത് അത് ടൂൾ ടിപ്പായിട്ട് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആട്രിബ്യൂട്ടും നമ്മൾ മനസ്സിലാക്കി. ഒരു ഇമേജ് കൊടുക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് IMG ടാഗ് ഇങ്ങനെ കൊടുക്കുക. അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആട്രിബ്യൂട്ടാണ് ആദ്യത്തേത് SRC, രണ്ടാമത്തേത് ആൾട്ട് എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ട്, മൂന്നാമത്തത് ടൈറ്റിൽ ആട്രിബ്യൂട്ട് എന്നുള്ളത്. ഓക്കെ, ഇതിലിപ്പോൾ ആൾട്ട് എന്നുള്ളത് കൊടുത്തില്ലെങ്കിലും ടൈറ്റിൽ കൊടുത്തില്ലെങ്കിലും ഈ പറയുന്ന ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നതാണ്. പക്ഷേ എങ്കിലും ആ ഒരു പ്രൊഫഷണലായി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രീതിക്ക് ആണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല ഇതിൽ ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള രണ്ട് സിൻടാക്സ് കൂടി നമുക്ക് നോക്കാം. ആദ്യം ഞാൻ വിഡ്ത്ത് എന്നുള്ള ഒരു, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഡിസ്പ്ലേ വന്നിട്ടുള്ളത് ഡിഫാൾട്ടായിട്ടുള്ള അതിൻ്റെ സൈസ് വന്നു. ഓക്കെ, ഇനി ഞാനിതിന് വിഡ്ത്ത് ഒരു 150 എന്ന് കൊടുത്തു. അതിന് ശേഷം ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഹൈറ്റ് വന്നിട്ട്
ഒരു 200 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, കുറച്ച് മുൻപ് ഇത് ഒരു വൈഡായിട്ട് അല്ലെങ്കിൽ ഒരു വീതിയോടെ ഉള്ളതായിരുന്നു. ഇപ്പോൾ അത് ഒരു ഹൈറ്റിൽ ആയിട്ടുള്ള ഒരു ഇമേജായി മാറി. അപ്പോൾ ഈ വിഡ്ത്തും ഹൈറ്റും കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ സൈസിൽ വ്യത്യാസം വരുത്താൻ കഴിയും. അപ്പോൾ മൂന്നാമത്തതും നാലാമത്തതും ഈ കാണുന്ന 2 ആട്രിബ്യൂട്ട് കൂടുതൽ മനസ്സിലാക്കി. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും ഈ പറയുന്ന HTML5 എല്ലാം തന്നെ നമുക്കത് CSS യൂസ് ചെയ്താണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ വിഡ്ത്ത് ഹൈറ്റ് എന്നുള്ളത് HTML യൂസ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡിപ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് CSS ഉപയോഗിച്ചാണ്. ഓക്കെ, ഇപ്പോൾ CSSൻ്റെ ബേസിക് നമുക്ക് ഈ HTML ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ബേസിക് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതല്ലാതെ CSSൻ്റെ സെപ്പറേറ്റ് ക്ലാസ് നമുക്ക് മറ്റുള്ള വീഡിയോയിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഉള്ള ആട്രിബ്യൂട്ട് എല്ലാം ഉണ്ട് ഈ ഒരു ഇമേജ് കൊടുക്കുന്ന സമയത്ത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഇമേജ് എങ്ങനെ കൊടുക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമ്മളുടെ ഫോൾഡറിലോ നമ്മളുടെ ലോക്കൽ ഡിസ്കിലോ ഉള്ള ഇമേജിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്ന് മനസ്സിലാക്കി. ഇനി ഇതുപോലെ തന്നെ ഞാനൊരു വെബ്സൈറ്റിൽ വേറെ സൈറ്റിലുള്ള ഒരു ഇമേജ് എങ്ങനെ നമുക്ക് ഇതിൽ കൊടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ പുതിയതായിട്ടൊരു ഇമേജ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഇമേജ് എന്ന് കൊടുത്തു. അപ്പോൾ ഡിഫാൾട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഇൻബിൽട്ടായിട്ട് ഇങ്ങനെ തന്നെ വരുന്നതാണ്, IMG SRC Alt എന്നുള്ളത്. ഓക്കെ, ഇതിൽ ഞാൻ മറ്റുള്ള ഒരു വെബ്സൈറ്റിൽ ഒരു ഇമേജ് എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഞാനിതാ ഒരു സച്ചിൻ്റെ വേറൊരു പിക്ചർ എടുത്തിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്യുന്നത് കോപ്പി ഇമേജ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഇമേജ് അഡ്രസ്സിനെ ഇതിൽ കൊണ്ട് SRCയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ലിങ്ക് ഇതിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ആ കാണുന്ന ഇമേജ്, അപ്പോൾ ഈ ഇമേജ് ഇവിടെ ഇതുപോലെ വന്നു. ആദ്യത്തേത് നമ്മൾ കൊടുത്തത് ലോക്കൽ നമ്മളുടെ ഡിസ്കിലുള്ള ഫയൽ, അത് ആ റൂട്ട് ഫോൾഡറിൽ തന്നെ ഉള്ളതാണ്. രണ്ടാമത്തത് മറ്റുള്ള ഒരു വെബ്സൈറ്റിലെ ഒരു ഇമേജാണ്, അത് ഇതുപോലെ കൊടുത്തു. ഇനി നമുക്കിത് സൈസെല്ലാം വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കേണ്ടതില്ല. കാരണം ഒരു ഇമേജ് എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വെബ്സൈറ്റിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ സൈസ് മറ്റുള്ള ആൾട്രേഷൻ അങ്ങനെയുള്ളതെല്ലാം CSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ HTML വിഡ്ത്ത് ഹൈറ്റ് മാത്രം കൊടുത്ത് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഇമേജ് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ സൈസിൽ HTML ഉപയോഗിച്ച് എങ്ങനെ വ്യത്യാസം വരുത്താൻ മാത്രം നമ്മൾ ഇതുവരെ നോക്കി. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി. ഒരു ഇമേജ് എങ്ങനെ കൊണ്ടുവരാം, ആ ഇമേജിൽ എന്തെല്ലാം ആട്രിബ്യൂട്ട് ഉണ്ട്, ആ ഇമേജ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ ടൈറ്റിൽ ആട്രിബ്യൂട്ട്, അതിൻ്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ്, ഇതെല്ലാം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി. ഓക്കെ, അത് നമ്മൾ ആദ്യത്തെ ഇമേജ് വന്നിട്ടുള്ളത് നമ്മുടെ ലോക്കൽ ഡിസ്കിലുള്ള ആ ഫയൽ നെയിം എങ്ങനെ കൊടുക്കാം എന്ന് നോക്കി. ഓക്കെ, ഇത് റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫയൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫോൾഡറിനെയാണ് റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത്. ആ HTML എന്നുള്ള ആ ഒരു ഫോൾഡറിലാണ് ഇതിപ്പോൾ എൻ്റെ റൂട്ട് ഫോൾഡറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന index.html എന്നുള്ള HTML എന്നുള്ള ഈ ഫോൾഡറിനകത്ത് തന്നെയാണ് ഈ download.jpg എന്നുള്ള ഈ ഇമേജ് കിടക്കുന്നത്. ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ഇതിനകത്ത് download.jpg എന്ന് കൊടുത്തു. ഇനി ഇതല്ല, നിങ്ങളും ഒരു ഇമേജ് എടുത്തിട്ട് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോൾഡറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ആ ഫയൽ നെയിം കൊടുത്ത് JPG ഫയലാണെങ്കിൽ JPG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്ലേ ആവുന്നതാണ്. ഇനി അതല്ല, നമുക്ക് മറ്റൊരു വെബ്സൈറ്റിൽ നിന്നുള്ള ഫയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ ലിങ്കാണ് കോപ്പി ചെയ്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ SRCയിൽ ആ ലിങ്ക് മാത്രം ഈ SRCക്കകത്ത് കൊടുക്കണം. ആ SRCക്ക് ഇത് ലിങ്ക് ആയതുകൊണ്ട് ഇത്രയും വലുപ്പത്തിലായിട്ട് അത് ഒരു എൻകോഡായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലുപ്പം. ഓക്കെ, അപ്പോൾ അത്
ഇതുപോലെ കൊടുക്കാം. പിന്നെ ആൾട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടൈറ്റിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെ ഒരു ഇമേജ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരാം, ആ ഇമേജിനെ എങ്ങനെ സൈസിൽ വ്യത്യാസം വരുത്താം എന്നുള്ളതും അതുപോലെ മറ്റുള്ള ആട്രിബ്യൂട്ടിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി മനസ്സിലാകാത്തവരാണെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പതുക്കെ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കൾക്കോ അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാവുന്ന നിങ്ങളുടെ എല്ലാ പരിചയക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത ടാഗിനെ കുറിച്ചുള്ള വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ്.